നിരകൾ ബാധിക്കണം, പ്രായമാകണം, മരിക്കണം എന്ന് പറയുന്ന സിസ്റ്റത്തിനോടാണ് ഞാൻ കുറിക്കുന്നത്. അല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് ഇല്ലേ? ഒരുപാട് അല്ലെങ്കിൽ വലിയ കായകൽപ്പ ചികിത്സയൊക്കെ ചെയ്ത് നമ്മൾ പുറകിലേക്ക് പോകണം. ഞാൻ ആ പുസ്തകത്തിലും പലപ്പോഴും പറഞ്ഞു, ആദ്യമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. എനിക്കറിയാം ഞാൻ ഏത് നിമിഷവും മരിച്ചു പോകുന്ന ഒരാളാണ്. നിങ്ങൾ മരിക്കും, ഇവർ മരിക്കും, എല്ലാവരും മരിക്കും. നമ്മൾ വയസ്സാകും, നമ്മുടെ പല്ലുകൾ കൊഴിഞ്ഞു പോകും, മുടി, അതൊക്കെ അങ്ങനെയല്ലേ വേണ്ടത്. എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിതമെങ്കിൽ അതിനെ ഭയപ്പെട്ടിട്ട് കാര്യമല്ല. ഞാൻ നാളെ എനിക്ക് അസുഖം മരുന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും മരുന്ന് കഴിക്കുന്നതിന് അതിന് കാലം തീർച്ചയായും. പിന്നെ ഭാഗ്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ കൂടെ ഉണ്ട്. കാര്യം 90 വയസ്സായാലും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അല്ലേ? കഥകളി എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ കണ്ടു 92 വയസ്സായുള്ള ആൾക്കാർ ഇപ്പോഴും വേഷം കെട്ടി ആടുന്നൊക്കെ. നാടകത്തിലായാലും സിനിമയിലായാലും ഇപ്പോൾ തിക്കുറിശി സാറ്, ആറന്മുള പെണ്ണമ്മച്ചി, അവരൊക്കെ എത്രയോ വയസ്സായിട്ടും അവർ അഭിനയിക്കുന്നു. അപ്പോൾ കാലത്തിനൊത്ത് കോലം കെട്ടുക എന്ന് പറയില്ലേ, അതുപോലെ നമുക്കെന്താ പ്രായം, നമുക്ക് ഒരുപക്ഷെ മലയാളത്തിൽ അത്തരം പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കഥാപാത്രങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ 16 വയസ്സുള്ള ഒരു പെട്ടിയുടെ ആടുക എന്ന് പറയുന്നതൊക്കെ. നമ്മൾ പക്ഷേ ഇപ്പോൾ പഴയ സിനിമകൾ കാണുന്ന പോലെ ഒന്നുമല്ലല്ലോ. അന്ന് ഒരുപക്ഷെ നസീർ സാർ കോളേജ് പഠിക്കുന്ന ആളായിട്ട് അഭിനയിക്കുന്ന പോലെ ഒരിക്കലും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാര്യം ആ കാലഘട്ടം മാറി. പക്ഷേ പിന്നെ നമ്മുടെ പ്രായത്തിലുള്ള സ്ത്രീകളെന്ന് പറയുമ്പോൾ സിനിമയിൽ വരുമ്പോൾ അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രായത്തിന് താഴെയുള്ള കുട്ടികളുമായിട്ടാണ് അഭിനയിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് 45 വയസ്സായെന്ന് പറഞ്ഞാൽ 45 വയസ്സുള്ള ഒരു സ്ത്രീയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ വേറെ തരത്തിലായിപ്പോൾ.